അസ്ലം ഇതിനകത്ത് നമുക്ക് ഇതിൽ തന്നെ ഈ നേരിട്ട് പക്ഷേ വീടൊന്നും നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും വില്ലേജ് റോഡിലുള്ള ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം ദുരന്തം നേരിട്ട് കാണുകയും അതിന്റെ ഈ ഒരു മാറ്റം തിരിച്ചറിയുകയും ചെയ്ത ആളാണ്. ഒരു മോഹൻദാസ് എന്ന ഒരു വില്ലേജ് റോഡ് നിങ്ങൾ ശരിക്കും പോകാൻ പറ്റില്ല എന്നുള്ള നോഗോ സോൺ ആണോ? അല്ല, ഞങ്ങൾക്ക് അവിടെ താമസിക്കാം. ഞങ്ങൾ അവിടെ താമസിച്ചുണ്ട്. ഇതാ ഈ ഇവിടുന്ന് ഇന്ന് കാണുന്ന വീടാണ് എൻ്റെത്. ഇതാ ആ വെളുപ്പ് കാണുന്നുണ്ടോ, അത് തന്നെയാണ് എൻ്റെ വീട്. ഞങ്ങൾക്ക് തന്നെയായിരുന്നു ഇവിടുത്തെ രക്ഷാപ്രവർത്തനം. ഇതിപ്പോൾ അബു പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ തന്നെയായിരുന്നു രക്ഷാപ്രവർത്തകരിൽ ഏറ്റവും കൂടുതൽ. ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ് ആദ്യ ഘട്ടങ്ങളിൽ പുലർച്ചെ വരെ ഫയർഫോഴ്സ് 2:15 എത്തുന്നത്. ആ ഫയർഫോഴ്സും മറ്റുള്ളവരും എത്തുന്നിടം വരെയുള്ള രക്ഷാപ്രവർത്തനം. ഇതാ ഈ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി. ചെറിയ കൈക്കുഞ്ഞിനെ വരെ ഞങ്ങൾ വാരിയെടുത്തിട്ടുണ്ട്. അങ്ങനെ രക്ഷപ്പെടുത്തിയ ആൾക്കാരാണ് ഞങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ നാട്ടിൽ ഈ ചൂരൽമല പ്രദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള അല്ലായിരുന്നു. ഇത് മതസൗഹാർദ്ദമായിട്ട് ഏറ്റവും മോശമായിട്ട് ഇതൊരു ക്ഷേത്രമാണ്. ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ 22 കൊല്ലത്തെ പ്രസിഡൻ്റായിട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. അതുപോലെ തന്നെ ഒരു പള്ളീൻ്റെ കാര്യമാണേലും ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യമാണേലും ഒരു ക്രിസ്ത്യൻ പള്ളീൻ്റെ കാര്യമാണ്. എല്ലാവരും മതസൗഹാർദ്ദമായിട്ട് ജീവിക്കുന്ന ഒരു നാടായിരുന്നു ചൂരൽമല പ്രദേശം. ഇപ്പോൾ ഞങ്ങളെ വേലികെട്ടി തിരിച്ചു വെച്ചേക്കാണ്. മതങ്ങളായിട്ടല്ല, ഇപ്പോൾ സർക്കാരിൻ്റെ അധീനതയിൽ വന്ന് ഈ പാലം വന്ന് വേലിപ്പാലം ഉണ്ടാക്കി. ഈ വേലിപ്പാലത്തിനേക്കാളും വലിപ്പമുള്ള പാലമായിരുന്നു ഇവിടുത്തെ യഥാർത്ഥ പാലം. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വരെ ഈ പ്രദേശവാസികൾക്ക്, കഴിഞ്ഞ മാസം വരെ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നിടം വരെ ഞങ്ങൾ പ്രദേശവാസികൾക്ക് എല്ലാവർക്കും ഇതിലെ കടന്നു പോകായിരുന്നു. ആര് വന്നാലും ജില്ലാ കളക്ടറോ അല്ല മന്ത്രിമാരോ വന്നാലും ഞങ്ങൾക്ക് പ്രദേശവാസികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇതിലെ കടന്നു പാസോ ഒന്നും വേണ്ടായിരുന്നു. ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ് ഈ പാലത്തിന് അങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ളൊരു നിയമം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ പാലത്തിൻ്റെ അടിയിൽ പണിത് വെച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ ഒലിച്ചു പോയിരുന്നു. അത് ജനങ്ങൾ കാണണ്ട, അല്ലെങ്കിൽ ഈ നാട്ടുകാർ കാണണ്ട, അത് ബുദ്ധിമുട്ടാകുമല്ലോ. ഇപ്പോൾ ഈ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഇപ്പം ഞങ്ങളെല്ലാം പൂട്ടിയിട്ടിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് ഈ കല്ലുകളൊക്കെ. മൺസൂൺ ആകുമ്പോൾ സർക്കാർ ഒരു സുരക്ഷ എടുക്കുന്നതല്ലേ? സുരക്ഷ എടുക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഈ എത്രയോ വർഷം, ഞാനിപ്പോൾ 40 കൊല്ലമായി ഇവിടെ ജീവിക്കുന്ന ആളാണ്. 40 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളാണ്. ഇത്രയും കാലം ഒരു ഉരുൾപൊട്ടി നമ്മുടെ ക്ഷേത്രങ്ങളോ പള്ളികളോ മറ്റു വീടുകളോ കാര്യങ്ങളോ ഒക്കെ പോയി, ഒക്കെ ശരി തന്നെ. പക്ഷെ ഞങ്ങളെ എന്തിനു കെട്ടിയിടുന്നു? ചൂരൽമല സജീവമാകണം. ഞങ്ങൾക്ക് ചൂരൽമല പ്രദേശം പണ്ടത്തെ പോലെ തന്നെ സജീവമാകണം. ഏത് സമയത്തും ഏത് രാത്രിയിലും. ഇപ്പം ആൾക്കാരില്ലാത്തതുകൊണ്ട് ജനങ്ങൾ വന്യമൃഗശല്യം. ഇതാ എൻ്റെ വീടിനൊക്കെ മുറ്റത്ത് ഇന്നലെ ആന വന്നു. അങ്ങനത്തെ ഉള്ള അവസ്ഥകളാണ്. ഞങ്ങൾക്കിവിടെ ജനവാസം ഉണ്ടെങ്കിൽ മാത്രമേ, ജനങ്ങളുണ്ടെങ്കിൽ അപ്പുറത്തെ ആദ്യകാലത്തൊന്നും ജനങ്ങളുടെ പ്രശ്നം ഒന്നാമത് ആളുകൾ പേടിച്ച് ഒരുപാട് മാറിയിട്ടുണ്ട്. ഭൂമി ഇല്ലാതെ മാറിയ ആൾക്കാരുണ്ട്. ജനങ്ങൾ തിരിച്ചു വരുന്നത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്? അല്ല, ഇപ്പോഴും ഞാൻ ഇപ്പോൾ പറയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മാറിയ വീടുകളിൽ നിന്നുള്ള മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ പാടികളിലുണ്ടായിരുന്നു. ഇവിടെ പാടികളിലെ ആൾക്കാരും മാറിപ്പോയി. കാരണം എല്ലാവരും ഭയന്നു. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഭയപ്പാട് വലിയൊരു ഭയപ്പാട് തന്നെയാണ്. പക്ഷേ എല്ലാവരും തിരിച്ചെത്തണം. ഈ നാട് പഴയതുപോലെ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ തുരങ്കപാത വരുന്നുണ്ട്. ആ തുരങ്കപാതയൊക്കെ വന്ന് സജീവമാകേണ്ട ഒരു പ്രദേശമാണ് ചൂരൽമല. അതുപോലെ തന്നെ എല്ലാ കേസുകളും ഇപ്പോൾ നമുക്ക് സർക്കാരിലേക്ക് അപേക്ഷിക്കാനുള്ള 1-2 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് പഴയ അവസ്ഥ ഇവിടെ സ്വർണ്ണക്കടയല്ലാത്ത എല്ലാ സാധനവും കിട്ടുന്ന ഒരു പ്രദേശമായിരുന്നു ചൂരൽമല ടൗണ്. അങ്ങനെയുള്ള ഈ ടൗണിലേക്ക് ഞങ്ങൾക്ക് ആ പഴയത് ഇവിടെ താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാമെന്ന് പറഞ്ഞ് ഈ കുന്നിലൊക്കെ ജീവിക്കാമെന്ന് പറഞ്ഞ് വിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ഒരു ജലദോഷം വന്ന ഒരു ഗുളിക വേണേൽ മേപ്പാടി പോകണം, 13 കിലോമീറ്റർ അപ്പുറം പോകണം. ഒരാൾക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു, ഒന്ന് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കണമെങ്കിൽ മേപ്പാടി എത്തണം. അങ്ങനത്തെ ഒരു അവസ്ഥ മാറിക്കിട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചൂരൽമല ടൗണിനെ പുനരുജ്ജീവിപ്പിക്കണമെന്ന അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. കാരണം അവരൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഗവൺമെന്റ് പക്ഷേ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ വീടും ഭൂമിയും നഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് മാറിപ്പോയതിൻ്റെ പ്രശ്നമുണ്ട്. സോ അങ്ങനെ പല